ചേച്ചി ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ അതിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഒരു എനർജീനെ എങ്ങനെയാണ് ടേക്കപ്പ് ചെയ്യുന്നത്? അത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഓക്കെ ഞാൻ ഇങ്ങനെ പിടിക്കാം അതാണോ അതോ ഡയറക്ടർ പറയുന്നത് പോലെയാണോ? എങ്ങനെയാണ് ചേച്ചി അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അത് തീർച്ചയായിട്ടും നമുക്കൊരു കഥാപാത്രം വായിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ എന്നിരുന്നാലും അത് സൃഷ്ടിച്ച വ്യക്തിക്കാണ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ഈ സിനിമയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അക്കമ്മയുടെ എനർജിയും അക്കമ്മയുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ വൈബും എല്ലാം എന്താണ് എന്നുള്ളത് എനിക്ക് വായിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഷാനവാസും പല്ലരി സാറും നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അക്കമ്മ എങ്ങനെയായിരിക്കും, അക്കമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, അക്കമ്മ ഈ സീനിൽ എന്തുകൊണ്ടാണ്, അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചോദിക്കും. ഞാൻ പല പ്രാവശ്യം വിളിച്ചു വെച്ചിട്ടുണ്ട് അതെന്താ ആ സീൻ നമ്മൾ അങ്ങനെ അതെന്തുകൊണ്ടായിരിക്കാം അവരങ്ങനെ സംസാരിച്ചത്. അത് ആക്ച്വലി ഒരു വെൽ റിട്ടൺ സ്ക്രിപ്റ്റിൽ ശരിക്കും ഒരു കഥാപാത്രത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആ സിനിമയിലൂടെ പല പല മൊമെൻറ്റ്സിൽ വന്ന് പോകുമ്പോൾ വായിക്കുമ്പോൾ നമുക്കത് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. പിന്നെ അതല്ലാതെ നമ്മൾ അഭിനയിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്കൊരു ഫ്ലോ വരും. ആ ക്യാരക്ടറുമായി ചേർന്ന് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും വരുമല്ലോ. അതും അതിനോടൊപ്പം വന്നു ചേരുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിൻ്റെ ഒരു സമ്മിശ്രിതമായിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ്. ചേച്ചിക്ക് ആക്ച്വലി ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ? ഇത് എത്രമാത്രം ഈ സിനിമയിൽ ഈ ക്യാരക്ടറിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ അതായിരുന്നു. കാരണം എനിക്ക് തമിഴിൽ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇതുപോലത്തെ കഥാപാത്രങ്ങളൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ തമിഴിൽ കൂടെ ഒരു സീരിയലേ ചെയ്തിട്ടുള്ളൂ നക്ഷത്രം ജനിക്കുന്നതിന് മുന്നേ ആയിട്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര എനിക്ക് ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അത് പ്രധാനമായിട്ടും ഒന്ന് മാതൃഭാഷ, പിന്നെ അതെപ്പോഴും പറയാൻ പറ്റാറില്ല. കാരണം ഇവിടെ ഇപ്പം നമ്മൾ എറണാകുളമാണ് താമസിക്കുന്നത്, ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ഇവിടെ തന്നെയാണ്. വീട്ടിലെല്ലാവരും റിലേറ്റീവ്സ് വരുമ്പോഴും ആ സമയത്തൊക്കെയാണ് കൂടുതൽ ഫുൾ ഫ്ലെഡ്ജ് ഒരു തമിഴ് വീടാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഏതൊരു റീജിയനെ ബേസ് ചെയ്തിട്ടില്ല, അവിടെ കുറച്ച് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുമല്ലോ, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് അക്കമ്മ എന്ന് പറയുമ്പോൾ അക്കമ്മയുടെ പ്രത്യേകതകൾ വേറെ ഉണ്ട്. അക്കമ്മ മലയാളിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും, അല്ലെങ്കിൽ അക്കമ്മ തമിഴത്ത് തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതിന് കാരണങ്ങളുണ്ട്. വേറൊരു സ്ഥലത്ത് നിന്നും ഇവിടെ വന്ന് താമസിച്ച സ്ത്രീയാണോ അക്കമ്മ എന്ന് നമുക്ക് തോന്നും. അക്കമ്മ എന്തിനാ ഇങ്ങനെ തമിഴ് പറയുന്നത് എന്ന് നമുക്ക് തോന്നാം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ലാംഗ്വേജിൽ തന്നെ നമുക്ക് ഇത് അക്കമ്മയുടെ ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിറ്റേഷൻ ഇതിനുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനും പല്ലരി സാറും തന്നെ ഒരു സീനിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെയധികം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഒരു ഡയലോഗ് നമുക്ക് എഴുതി തന്നു കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ ഇങ്ങനെ തന്നെ പറയണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്. ഇത് കയ്യിൽ തന്നിട്ട് ഇനി പറയും, ഇത് നീ അക്കമ്മ എങ്ങനെയായിരിക്കും പറയുക, നീ ആണെങ്കിൽ എങ്ങനെയാ പറയാം. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു പ്ലേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള ആ പൾസിൽ അത് വന്ന് വീഴും, ലാൻഡ് ചെയ്യും. അതാണ് നമ്മൾ പിന്നെ പെർഫോം ചെയ്യുന്നത്. ആ ഒരു സ്വാതന്ത്ര്യം വളരെയധികമാണ്. അത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, ആ ഒരു ഗിവ് ആൻഡ് ടേക്ക്. ചേച്ചി ഇപ്പം നോക്കുവാണെങ്കിൽ ചേച്ചി കൈവയ്ക്കാത്ത മേഖലകളൊന്നുമില്ല. പ്രാണമുണ്ട് മുട്ടിക്ക് നമുക്ക്, പിന്നെ ആക്ടിങ്, മോഡലിംഗ്, ഈവൻ സീരിയൽ രംഗത്തും ഹോസ്റ്റിംഗ്, ഇപ്പോൾ ജഡ്ജായിട്ടും ചേച്ചി ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ചിരിയൊക്കെ ഉണ്ട് എൻ്റെ ഇടയിൽ. ഇപ്പൊ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ ചേച്ചി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് ഇത്രയും വർക്കുകൾ ഇതെല്ലാം കൂടെയാണ് ചേച്ചിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഓക്കെ, എന്നാലും ഇപ്പം ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് സീരിയൽ ആക്ടിങ് ഒരു ഡിഫറെൻറ്റ് ആക്ടിങ് ആണ്, സിനിമയിൽ അഭിനയിക്കുന്നത് വേറൊരു ടൈപ്പ് ഓഫ് ആക്ടിങ് ആണ്. അങ്ങനെ ഒരു ഡിഫറൻസ് ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല ചേച്ചിയുടെ അഭിനയത്തിൽ അങ്ങനെ സീരിയൽ അഭിനയിച്ചതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം വന്നു എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അപ്രോച്ചിൽ ഓരോരുത്തർക്കും ഡിഫറൻസ് ഉണ്ടാവില്ല. അതായത് അഭിനയത്തിൽ എന്തുമാത്രം അത് ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ എൻ്റെ മനസ്സിലില്ല. നമ്മളൊരു കഥാപാത്രം അതിപ്പോൾ ചെറിയ സ്ക്രീനിലോ വലിയ സ്ക്രീനിലോ എങ്ങനെയാണെങ്കിലും ആ കഥാപാത്രം ആ നിമിഷത്തിൽ എങ്ങനെ പെരുമാറും ഒരുപോലെയല്ലേ പെരുമാറാൻ പറ്റുള്ളൂ. ചെറിയ സ്ക്രീനിലാണെങ്കിൽ വേറെ പോലെ പെരുമാറാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് കൺസീവ് ചെയ്യുന്ന ആൾക്കാരുടെ അപ്രോച്ചിന് ചിലപ്പോൾ അതിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ അതിന് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എനിക്ക് കുട്ടി പറഞ്ഞ ചോദ്യത്തിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. എങ്ങനെയാണ് മൾട്ടിപ്പിൾ മേഖലകളിൽ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വലി അപ്രോച്ച് മാറാറുണ്ടോ എന്നതല്ലേ ചോദിച്ചത്. പക്ഷേ ചേച്ചിയുടെ അങ്ങനെ ഒരു ചേഞ്ച് ഞാൻ കണ്ടിട്ടില്ല. ചേച്ചി എപ്പോഴും സെയിമാ. അത് ആക്ച്വലി ഒരു നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് നല്ലതായിട്ട് ഫീൽ ചെയ്തത്.
അങ്ങനെ ഒരു മാറ്റം സീരിയലിൽ നിന്ന് വന്നോ അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പറഞ്ഞ അങ്ങനെ ഒന്നും അക്സെപ്റ്റൻസിന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, പണ്ടത്തെ കാലത്ത് ഞാൻ ആദ്യം ചെറിയ സ്ക്രീനിലാണ് വന്നത്. ടെലിവിഷനിലൂടെ അവതാരികയായിട്ടാണ് ഞാൻ ആദ്യം വരുന്നത് 15 വയസ്സിൽ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ടെലിവിഷനിൽ പെയ്തുപിടിയാതെ എന്ന് പറയുന്ന സീരിയൽ ചെയ്യുന്ന സമയത്തും എല്ലാ ആ ടെലിവിഷനോടുള്ള ജനറലി ഉള്ള ഒരു അപ്രോച്ച് ഉണ്ടല്ലോ. കാരണം ജനങ്ങൾക്ക് ടെലിവിഷനിലൂടെ കാണുന്ന ആൾക്കാരെല്ലാം അവരുടെ വീട്ടിലത്തെ ആൾക്കാരെ പോലെയാണ്. ഭയങ്കര അക്സെപ്റ്റൻസ് ആണ്, സ്നേഹമാണ്. കാരണം അടുക്കളയിൽ നിന്നും നമ്മൾ പറയില്ല, നമ്മുടെ ഒരു വീടിൻ്റെ അടുക്കളയിൽ വരെ എത്തിച്ചെല്ലുന്നതാണ് കഥാപാത്രങ്ങൾ ചെറിയ സ്ക്രീനിൽ എല്ലാ ദിവസവും. അപ്പോൾ ആ ഒരു സ്നേഹവും ആ ഒരു അക്സെപ്റ്റൻസും അവരുടെ ഭാഗത്തു നിന്നുണ്ട്. നേരെ മറിച്ച് സിനിമയിൽ കുറച്ചു കാലം മുന്നേ വരെ, അതായത് ഞാനൊക്കെ ആദ്യം അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് സിനിമയെന്ന് പറഞ്ഞൊരു സ്റ്റാർഡും പോലെയാണ് നോക്കിയത്. സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സ്റ്റാർ ആയിട്ടാണ് കണ്ടിരുന്നത്. ഒരു ഭയങ്കര ക്ലിയർ ആയിട്ടൊരു ഡിഫറൻസിയേഷൻ ഫീൽ ചെയ്തിരുന്നു അക്സെപ്റ്റൻസ് ഇതിൽ. പക്ഷേ ഇന്ന് നോക്കൂ, അതിനുശേഷം സിനിമയ്ക്കൊരു വലിയ മാറ്റം വന്നു. അതിനുശേഷം നമ്മളിപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോഴും വീണ്ടും നമ്മൾ OTT പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞ് ചെറിയ സ്ക്രീൻ തന്നെയല്ലേ റൂൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ മാധ്യമങ്ങൾ മാറുന്നതുകൊണ്ട് മാധ്യമത്തിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാറ്റം എനിക്ക് തോന്നണില്ല അങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതിനോടുള്ള കാഴ്ചപ്പാടിന് തീർച്ചയായിട്ടും കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണത്. പൂർണിമ ചേച്ചി വന്നിരുന്നപ്പോൾ തൊട്ട് പാടുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത് സത്യമായിട്ട് ഉറക്കം വന്നിട്ട് പാടിയതാണ്. അല്ല, രാവിലെ തൊട്ട് ഒരേ കാര്യം തന്നെ പറഞ്ഞു നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് സ്പേസിലേക്ക് വരണം എന്നുള്ളതുകൊണ്ട് പാടിപ്പോയതാ. പഠിപ്പിക്കാനായിരിക്കും അല്ലേ പരിപാടി? എനിക്കറിയായിരുന്നു. എന്ത് ചെയ്യുന്നത് നമുക്കൊരു പാട്ടിലൂടെ ആവാം. അജീബ് ദാസ്താ ഹൈ കഹാ ശുരു കഹാ ഖത്ം ये मंजिलें हैं कौन सी न वो समझ सके न हम. കഴിഞ്ഞോ? അപ്പോൾ നമ്മുടെ എൻ്റെ ഏറ്റവും ചൈൽഡ്ഹുഡ് മെമ്മറിയാണ് ഈ സോങ്. എൻ്റെ വീട്ടിൽ വളരെയധികം പഴയ ഹിന്ദി ഗാനങ്ങളും തമിഴൊക്കെ പാട്ടുകളൊക്കെ കേൾക്കുമായിരുന്നു. പക്ഷെ അതിങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എനി ടൈം ഒരു കംഫർട്ട് സ്പേസ് വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി മനസ്സിൽ വരുന്ന പാട്ടാണ് അത്.